വിഷ്ണു എസ് നായർ നയിക്കുന്ന സബ് ഇൻസ്പെക്ടർ പോലീസ്, മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ നയിക്കുന്ന ലോക്കൽ പോലീസ്. സീനിയർ ഡിവിഷൻ NCC സീനിയർ അണ്ടർ ഓഫീസർ ശ്രീ കാർത്തിക് കിഷോർ നയിക്കുന്ന നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട്. ജൂനിയർ ഡിവിഷൻ NCC സാർജന്റ് ശ്രീ ആരോമൽ M നയിക്കുന്ന ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട്. നാം സ്വാതന്ത്ര്യം നേടിയത് നിരന്തരമായ സമരങ്ങളിലൂടെയാണെന്ന് നാം മറന്നു പോകരുത്. അസഹിഷ്ണുത കൊണ്ട് വെറുപ്പ് കൊണ്ടും അടിച്ചമർത്തേണ്ടതല്ല വിമർശനങ്ങൾ. എതിരാളികളെ ബഹുമാനിക്കുന്നത് നമ്മുടെ ഗാന്ധിജി മാതൃക തന്നെയാണ്. തന്നെ തടവിലിട്ട ജനറൽ ജാൻ സ്മിത്തിന് സ്വന്തം കൈകൊണ്ട് ചെരുപ്പുണ്ടാക്കി സമ്മാനിച്ച മഹാത്മാവാണ് നമ്മുടെ ഗാന്ധിജി. വിമർശനങ്ങൾ കുറഞ്ഞുപോയോ എന്ന സംശയത്തിൽ തനിക്കെതിരെ തന്നെ മറ്റൊരു പത്രത്തിൽ ലേഖനങ്ങൾ എഴുതിയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അവരെയെല്ലാം ഓർക്കുന്ന ദിനം കൂടിയാണ് നാം ആഘോഷിക്കുന്നത്. പുതിയ കാലത്തേക്ക് നമ്മുടെ രാജ്യത്തെ വഴി നടത്തേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പുതിയ തലമുറ കൂടിയാണ് ഏറ്റെടുക്കേണ്ടത്. സ്വാതന്ത്ര്യം എന്നാൽ സ്വന്തം കാര്യം മാത്രം നോക്കാനല്ല, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തൽ കൂടിയാണെന്ന് മാർട്ടിൻ ലൂതർ കിങ് പറയുന്നുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു എഴുത്തിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട വാചകം ഇതാണ്: ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്ന അനീതി എല്ലായിടത്തുമുള്ള നീതിക്ക് ഭീഷണിയാണ്. ഒരേ വിധി തുന്നിച്ചേർത്ത ഒറ്റ വസ്ത്രം പോലെ നാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പുതിയ ലോകത്ത് ഈ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്ത് എവിടെ നടക്കുന്ന അനീതിയും നമ്മൾ കൂടി അനുഭവിക്കുന്നതായി തോന്നുമ്പോഴാണ് നാം ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാവുക. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതും ഇതാണ്: ഈ ലോകം മുഴുവൻ എന്റെ വീടാണ്. യുവാക്കൾ സ്വാതന്ത്ര്യത്തിനും സാമൂഹ്യനീതിക്കും കാവൽ നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഇനി ഉണ്ടാവേണ്ടത്. ഭാഷയും വേഷവും മതവും ജാതിയും കൊണ്ട് വേർതിരിക്കാനാവാത്ത വണ്ണം നമ്മുടെ മനസ്സുകൾ ഒന്നിക്കുക തന്നെ വേണം. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വിലയേറിയ സംഭാവനകൾ അർപ്പിച്ച ഒട്ടനവധി മനുഷ്യരുടെ നാടുകൂടിയാണ് കാസർഗോഡ്. സ്വാതന്ത്ര്യ സമര പോരാളികളും ഏറെ ഉണ്ടായിരുന്ന നാട്. അവരെല്ലാം ഈ നിമിഷത്തിൽ നാം ഓർക്കുകയാണ്. ചില വേദനകളും ഓർക്കാതിരിക്കാൻ നമുക്കാവില്ല. നമ്മൾ അടങ്ങിയ സമൂഹം ഒരു നാടിനോട് കാണിച്ച അനീതിയിൽ വേദന തിന്നുന്ന മനുഷ്യരെ കുറിച്ചാണത്. എൻഡോസൾഫാൻ കൊണ്ട് ജീവിതം ദുരിതത്തിലായവർ നമുക്കിടയിലുണ്ട്. അവരോട് നാം പ്രായച്ചിത്തം ചെയ്യേണ്ടതാണ്. അതിലൊരു പങ്കുമില്ലെങ്കിൽ പോലും ആ സമൂഹത്തിൽ ജീവിച്ചു എന്ന തെറ്റിനുള്ള പശ്ചാത്താപം നമുക്കുണ്ടാവണം. അതൊരാശ്വാസവും ആ മാതാപിതാക്കൾക്കോ മക്കൾക്കോ നൽകില്ല എന്നറിയാം. ഇനി ഒരു ജനതക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നാം അത് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. ഭരണാധികാരികൾ ആദ്യ പരിഗണന നൽകേണ്ട വിഷയമാണത്. അവർക്ക് വേണ്ടി ഇനിയും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാവുമെന്ന് ഞാൻ ഈ സമയത്ത് ഉറപ്പ് നൽകുന്നു. രാജ്യത്തിന് കർമ്മനിരതമായ ഒരു ജനതയുടെ അനിവാര്യതയുണ്ട്. ഇന്ത്യയുടെ അഭിമാനവും അന്തസ്സും കാത്തു സംരക്ഷിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് നീങ്ങാം. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് സുരക്ഷയും അന്തസ്സും നൽകുന്ന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക എന്നത് സർക്കാരിന്റെ നയമാണ്. ചെറുപ്പക്കാർക്ക് തൊഴിൽ സന്നദ്ധരായി മുന്നോട്ട് വരുന്ന സാഹചര്യമാണ്. അവർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള നയനിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കും. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तब शुभ नामे जागे तब शुभ आशीष मागे गाहे तब जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे.